അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ റമദാനിൻ്റെ 3 ദിവസങ്ങൾ നമ്മളിൽ പിന്നിട്ടു. 4-ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫസ്തക്സിറു മിൻ അർബഇ ഖിസാലിൻ. 4 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കാനാണ്. ഏതാണ് 4 കാര്യങ്ങൾ? അതിൽ 2 ഹസലത്തൈൻ, 2 കാര്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അത് നിങ്ങൾ റബ്ബിന് വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്. 2 കാര്യങ്ങളോ ലാ ഇനാ ബികുമോൻ അനുഹുമ, അതായത് നിങ്ങൾ ഒരിക്കലും ഐശ്വര്യവാരമാരാൻ പാടില്ല, ഒഴിഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. രണ്ടാമത്തെ അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഈ 4 കാര്യങ്ങൾ ഉൾപ്പെട്ട ഈ ദിക്റിനെ വർദ്ധിപ്പിക്കാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുക, നരകത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവല ചോദിക്കുക. തീർച്ചയായും ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമായി ഈ 30 ദിവസം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിനോട് എല്ലാ സമയവും പ്രാർത്ഥിക്കുക, ഇതിനെ വർദ്ധിപ്പിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ 2 വിഷയം, ഒന്ന് അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ എന്നുള്ള, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് മഗ്ഫിറത്ത് എന്നുള്ളത്. നമ്മളൊക്കെ പാപം ചെയ്തവരാണ്, പാപികളാണ്. ഈ പാപത്തിൽ നിന്നും മുക്തരാവാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒന്നാണ് തൗബ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസുഹ. തൗബ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാസത്തിലാണ് നമ്മളുള്ളത്. എല്ലാവരും അള്ളാഹുവിലേക്ക് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നാം ചെയ്ത മുഴുവൻ പാപങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുക. ഇസ്ലാമിൽ കുമ്പസാരമില്ല, നമുക്കുള്ളത് അള്ളാഹുവിനോടുള്ള പാപമോചനം തേടലാണ്. അതിന് പറ്റിയ ഏറ്റവും നല്ല ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ. ഔസതുഹു മഗ്ഫിറ. ഇതിൻ്റെ നടുവിലത്തെ 10 നിങ്ങൾക്ക് മഗ്ഫിറത്തിൻ്റെ 10ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങളെ പുറത്തു തരാമെന്ന് ഏറ്റിട്ടുള്ള 10ആണ്. ഈ 10ൽ അള്ളാഹുവിലേക്ക് നമ്മൾ കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 100 കൊല ചെയ്ത ആൾക്ക് പുറത്തു കൊടുത്ത തമ്പുരാൻ, അങ്ങനെ എത്രയോ ചരിത്രങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ ഉൾക്കൊണ്ട് നാം പാപമോചനം തേടുക, അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ ആവശ്യപ്പെടുക. അള്ളാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളുടെയും പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം.